ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. കനലുകൾ എരിഞ്ഞടങ്ങുമ്പോൾ അതിരാവിലെ തന്നെ ജോലിക്കെത്തിയ രാജൻ അന്ന് രാവിലെ 10 മണി ആയപ്പോഴേക്കും ജോലി നിർത്തി. വല്ലാത്ത വിശപ്പ്. കയ്യിലെ മരപ്പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് കൈ കഴുകി ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു. ചുറ്റുമൊന്നു നോക്കി. തേപ്പ് കഴിയാത്ത ചുവര്, ഷീറ്റ് മേഞ്ഞ മേൽക്കൂര എല്ലാം നിരീക്ഷിക്കുന്നതിനിടയിൽ ഉള്ളിൽ നിന്ന് 38 വയസ്സ് തോന്നിക്കുന്ന ഒരു മുസ്ലിം യുവതി പുറത്തേക്ക് വന്നു. രാജാ, ഷക്കീർ ഭക്ഷണം വാങ്ങാൻ പോയിക്കണ്, ഓനിപ്പ വരും, നിങ്ങളിവിടെ ഇരുന്നോളി. അത്രയും പറഞ്ഞുകൊണ്ട് തലയിലെ തട്ടം ശരിയാക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. അന്നാണെങ്കിൽ പതിവില്ലാത്ത വിശപ്പ്. രാജൻ തിരിച്ച് പണിസ്ഥലത്തേക്ക് നടന്നു. അവിടെ അടുക്കി വെച്ച മരക്കഷ്ണങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ വിളിച്ചു. തിരിഞ്ഞു നോക്കി. കയ്യിൽ ഒരു പൊതിയുമായി 10 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ. അത് ഷക്കീറാണെന്ന് രാജന് മനസ്സിലായി. മോനെത്തിയോ? രാജൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കയ്യിലെ പൊതി അയാൾക്കു നേരെ നീട്ടി. ദാ. വിശന്നിരിക്കുന്ന രാജൻ വേഗം പൊതി വാങ്ങി മടിയിൽ വെച്ച് തുറന്നു. 3 പൊറോട്ടയും ഒരു പൊതിയിൽ ചിക്കൻ കറിയും. വിശന്ന് കണ്ണു കാണാത്ത അവസ്ഥയിലായ രാജൻ വേഗം കഴിക്കാൻ തുടങ്ങി. ഇടയിൽ, മോനെ, കുറച്ച് വെള്ളം കൊണ്ടു തരാവോ മാമന്? എന്ന മട്ടിൽ അവൻ തലയാട്ടി അകത്തേക്ക് ഓടി. അല്പനേരം കഴിഞ്ഞ് വെള്ളവുമായി എത്തി. അവസാനത്തെ പൊട്ട് പൊറോട്ടയും വായിലിട്ട് കയ്യിലെ കടലാസ് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ചുരുട്ടിയിട്ട് കൈ കഴുകി. ഷക്കീറിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തോ കടുത്ത നിരാശ, മുഖമാകെ ക്ഷീണം. എന്താ ഷക്കീർ മോനൊരു വിഷമം? ഒന്നും കഴിച്ചില്ലേ? രാജൻ കാര്യം തിരക്കി. തലയുയർത്തി നോക്കിക്കൊണ്ട് ആ ബാലൻ പറഞ്ഞു, ഇല്ല. ഷോ, സമയം ഇത്രയും ആയല്ലോ, എന്തേ? പോയി കഴിക്കുമോനെ? അല്പനേരം മൗനമായി നിന്ന ഷക്കീർ പറഞ്ഞു, മേസ്തിരി കഴിച്ച ശേഷം ബാക്കി വരുന്നത് കഴിക്കാൻ പറഞ്ഞു ഉമ്മ. ഞെട്ടിത്തരിച്ചു പോയ രാജൻ അല്പനേരം സ്തംഭിച്ചു നിന്നു. അല്പം കണ്ണു നിറഞ്ഞെങ്കിലും കുട്ടികളല്ലേ, തമാശയായിരിക്കുമെന്ന് കരുതി രാജൻ അത് കാര്യമാക്കിയെടുത്തില്ല. ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് ഗ്ലാസ് തിരിച്ചേൽപ്പിച്ചു. ഹമ്പടാ, ചിക്കൻ കറി ഇഷ്ടമാലേ? ഷക്കീർ ഒന്ന് മുഖമുയർത്തി നോക്കി. അവൻ തലയാട്ടി. എന്നാ മോൻ പോയി കഴിക്ക്, ഉമ്മ കാത്തിരിപ്പുണ്ടാവും, ഞാൻ ബാക്കി വർക്ക് ചെയ്യട്ടെ. കയ്യിൽ ഗ്ലാസും കൊണ്ട് അവൻ നടന്നു നീങ്ങി. ജോലി ചെയ്യുന്നതിനിടയിലും രാജൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു വിങ്ങൽ അലയടിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് രാജൻ സ്വയം പറഞ്ഞ് സമാധാനിപ്പിച്ചു, ഏയ്, ആ കുട്ടി തമാശ പറഞ്ഞതാവും. സമയം 10:45. പണിത്തിരക്കിനിടക്കാണ് രാജൻ അത് ശ്രദ്ധിച്ചത്. പൂമുഖപ്പടിയിൽ പ്ലേറ്റുമായിരിക്കുന്ന ഷക്കീർ. കയ്യിലെ പ്ലേറ്റ് ചെരിച്ചുകൊണ്ട് കുടിക്കുന്നത് കണ്ടപ്പോൾ അന്നത്തെ പ്രഭാത ഭക്ഷണം കഞ്ഞിയാണെന്ന് രാജന് മനസ്സിലായി. ഭഗവാനെ, അറിഞ്ഞില്ലല്ലോ ഞാൻ ആ പിഞ്ചു പൈതലിൻ്റെ ആഗ്രഹം. രാജൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രാജേട്ടാ, എന്താ ആലോചന? കൂടെയുള്ള ഹെൽപ്പർ ശിവൻ ചോദിച്ചു. വീട് അടുത്തായതിനാൽ അവൻ കഴിച്ചു വരവാണ് പതിവ്. പ്രധാന മേസ്തിരിക്ക് സുഖമില്ലാത്തതിനാൽ രാജൻ അന്ന് പുതിയതായി എത്തിയതാണ്. എന്താ ഒരു വിഷമം പോലെ രാജേട്ടാ? ഇന്നെപ്പോൾ പണിക്കെത്തി? 2 ദിവസമായി പണികളെല്ലാം മുടങ്ങിക്കിടക്കുക. ഞാൻ 8:30 വന്നു ശിവ. ദേ ഇപ്പോൾ ചായ കുടിച്ചതേ ഉള്ളൂ. വന്നിട്ട് വീടിൻ്റെ വാതിലിൻ്റെ പണി തുടങ്ങി. ഹഹ, രാജേട്ടൻ ഫുൾ എനർജറ്റിക് ആണല്ലോ. ഇന്നലെ മേസ്തിരി പറഞ്ഞായിരുന്നു വരുന്ന്. എനർജിയൊക്കെ ആയേ പറ്റൂ. പ്രായം 48 ആയില്ലേ, ഇല്ലേൽ കുടുംബം പട്ടിണിയാവും. പുഞ്ചിരിച്ചുകൊണ്ട് പണികൾ തുടങ്ങി. ജോലി ചെയ്യുന്നതിനിടയിൽ രാജൻ ചോദിച്ചു, ശിവ, ഇവർ വല്ലാതെ കഷ്ടത്തിലാണല്ലേ? വാതിലിന് പകരം മരപ്പലകകളാണ് ഇവിടുത്തെ വാതിൽ. ആകെ മൊത്തം കണ്ടപ്പോൾ അതാ ചോദിച്ചേ. അതേ രാജേട്ടാ, കഷ്ടപ്പാടാണ്. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പൈസ കൊണ്ടാ ഇപ്പോൾ ഇതൊക്കെ തട്ടിക്കൂട്ടുന്നത്. ഹമീദ്ക്ക, അദ്ദേഹത്തിൻ്റെ മോനും ഭാര്യയും ഭാര്യയുടെ അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബം. വളരെ ദുരിതത്തിലായിരുന്നു അവരുടെ ജീവിതം. അത് ഇവിടെയുള്ളവർക്കറിയാം. നാട്ടിലാവുമ്പോൾ പടവ് പണിക്ക് പോയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഇത് കേട്ട രാജൻ, ഈശ്വര, എന്തൊരു കഷ്ടകാലമാണ്. എന്നിട്ട് വന്നോ റഷീദിക്ക? രാജൻ കാര്യം തിരക്കി. ഇല്ല, ഇനിയും 4 വർഷമുണ്ടെന്നാണ് പറയുന്നത്.
ശിവൻ മറുപടി നൽകി. അപ്പോൾ ഇവരുടെ വരുമാനമാർഗം? രാജൻ ചോദിച്ചു. കുടുംബശ്രീയിൽ ചെറിയൊരു ജോലി, അത്ര തന്നെ. രാജൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ആ മോൻ പറഞ്ഞത് ശരിയായിരിക്കും. ഈശ്വരാ! എന്താണെന്ന് ശിവൻ കാര്യം തിരക്കി. നടന്നതെല്ലാം രാജൻ വിവരിച്ചു. നമുക്ക് ഉച്ചയ്ക്ക് പുറത്തു നിന്ന് കഴിക്കാം രാജേട്ടാ. ഇവരുടെ അവസ്ഥ മോശമാ, ബുദ്ധിമുട്ടിക്കണ്ട. ശരിയാണ് ശിവ, ഞാൻ അറിഞ്ഞില്ല, പാവങ്ങൾ. രാജൻ മറുപടി നൽകി. ഇരുവരും ജോലിയിൽ മുഴുകി. സമയം 1:20 ജോലി നിർത്തിയ ഇരുവരും എഴുന്നേറ്റ് വീടിൻ്റെ മുന്നിലേക്ക് നടന്നു. രാജൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു, ചേച്ചി, ചേച്ചി. അകത്തു നിന്ന് ശബ്ദം കേട്ട ആമിന ആരാണെന്ന് നോക്കാനെത്തി. കഴിക്കാൻ പോവാട്ടോ. മോനെവിടെ? എന്തേ? ഓനെവിടെ ഉണ്ട്? ഷക്കീറേ! ആമിന നീട്ടി വിളിച്ചു. എന്താ രാജേട്ടാ, ഓൻ വല്ല കുരുത്തക്കേടും കാണിച്ചാ? ഇത് കേട്ട രാജൻ ചിരിച്ചുകൊണ്ട്, ഏയ് ഇല്ല, അവൻ നല്ല കുട്ടിയല്ലേ. അകത്തു നിന്ന് ഓടിയെത്തിയ ഷക്കീറിനെ നോക്കിക്കൊണ്ട് രാജൻ പറഞ്ഞു, മുത്തുമണി ഇവിടെ വാ. ചേച്ചി, ഞാൻ ഇവനെ എൻ്റെ കൂടെ കൊണ്ടുപോവുക. ഓന് നല്ല കോഴിക്കറിയും പൊറോട്ടയും മേടിച്ചു കൊടുത്തു വരാം. ഷക്കീർ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഒടുവിൽ ആമിന സമ്മതം മൂളി. എൻ്റെ കുട്ടി ചെല്ല്. ആമിനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അകത്തേക്ക് പോയി. രാജൻ മേസ്തിരിയുടെ ഷക്കീറൂട്ടൻ എവിടെ? അയാൾ അവനെ വാരിയെടുത്തു. കൈ പിടിച്ച് അങ്ങാടിയിലേക്ക് നടന്നു. ഒപ്പം ശിവനുമുണ്ട്. കടയിലെത്തി അവർ ഭക്ഷണം കഴിച്ച് പാർസൽ വാങ്ങാനൊരുങ്ങി. ഷക്കീറിൻ്റെ മുഖത്ത് ചിരി വിടർന്നു. കുറുമ്പ, എന്താ ചിരി? രാജൻ മേസ്തിരി അവനെ വാരിപ്പുണർന്നു. ശിവ, ഒരു 3 പാർസൽ പറയ്. 1 ഷക്കീർ മോന്, ആമിനാത്തേക്ക്, ഉമ്മയ്ക്ക്. അത് ആശാനെ, ഉമ്മയില്ല, മരിച്ചു. കഴിഞ്ഞ വർഷം റഷീദക്കാന് വരാൻ പറ്റിയില്ല. ഓ, രാജൻ മൗനമായി. എന്നാ 2 പറയ്. ഭക്ഷണവും വാങ്ങി വീട്ടിലേക്ക് നടന്നു. ഒപ്പം ഷക്കീറുമുണ്ട്. വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ കയ്യിലുള്ള സഞ്ചി ഷക്കീറിൻ്റെ കയ്യിൽ കൊടുത്തു. ഉമ്മയ്ക്കും കൊടുക്കണം കേട്ടോ, രാജൻ പറഞ്ഞു. ഇരുവരും ജോലിയിൽ മുഴുകി. സമയം വൈകുന്നേരമായി. പണി മാറ്റിയ രാജൻ്റെ അടുത്തേക്ക് ആമിന കൂലിയുമായി എത്തി. 500 രൂപ എടുത്ത് ബാക്കി തിരിച്ചു കൊടുത്തു. ആമിത്ത, 2 ദിവസത്തെ ജോലിയെ എനിക്കിവിടെയുള്ളൂ. അതുകൊണ്ട് ബാക്കി പൈസ നമ്മുടെ റഷീദക്ക വരുമ്പോൾ തന്നാ മതി. ഇതാണ് എൻ്റെ വിലാസം, ഫോൺ നമ്പറും ഉണ്ട്. ഇത് കേട്ടതും ആമിത്ത, അയ്യോ അക്ക, ഇനിയും 4 വർഷമാകും വരാൻ. സാരമില്ലെന്നേ, അപ്പോ മതി. ശരിയെന്ന് യാത്ര പറഞ്ഞിറങ്ങി. തുടർന്ന് പിറ്റേന്നും ജോലികൾ പൂർത്തിയാക്കി. പിന്നീട് രാജൻ ആ കാര്യം മറന്നുപോയി. വർഷങ്ങൾ കടന്നുപോയി. ഒരു സന്ധ്യാസമയത്ത് ഒരപരിചിതൻ, എന്നാൽ മുന്നേ കണ്ടതുപോലെ തോന്നിക്കുന്ന രൂപവുമായി രാജൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്നു വന്നു. രാജൻ മേസ്തിരിയല്ലേ? അയാൾ ചോദിച്ചു. അതെ. ആരാ? മനസ്സിലായില്ല. എന്നെ നേരിൽ അറിയുവാൻ വഴിയില്ല. മേസ്തിരിക്ക് ഓർമ്മയുണ്ടോ? 4 വർഷം മുന്നേ ഒരു വീട്ടിൽ ജോലി ചെയ്തപ്പോൾ ഒരു ഷക്കീർ എന്ന മോന് ഭക്ഷണം വാങ്ങിക്കൊടുത്തത്? ആ അപരിചിതൻ പറഞ്ഞു. ഓർമ്മയുണ്ട്. നിങ്ങൾ റഷീദാണോ? രാജൻ മേസ്തിരി അന്ന് മോന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ദിവസം. അന്ന് ഗൾഫിലെ ഭരണാധികാരിയുടെ പിറന്നാൾ പ്രമാണിച്ച് തടവുകാർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വീട്ടിലേക്ക് വിളിക്കുവാനും അന്ന് അനുമതി ലഭിച്ചു. ഭക്ഷണം മക്കളുടെ വിചാരത്തിൽ ഇറങ്ങാത്തതിനാൽ നാട്ടിലേക്ക് വിളിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. മോൻ വയറ് നിറച്ച് കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. മേസ്തിരിയെ പടച്ചോൻ കാക്കട്ടെ. റഷീദെ, നമ്മളൊക്കെ മനുഷ്യരല്ലേടോ. പരസ്പര സഹായമല്ലേ ഏറ്റവും വലിയ കാര്യം. രാജൻ റഷീദിനെ ആലിംഗനം ചെയ്തു. അല്പനേരം കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് അന്നത്തെ കൂലിയെടുത്ത് രാജന് നേരെ നീട്ടി. ഇതാ മേസ്തിരിക്ക് തരാനുള്ളത് 2000 രൂപ. ഇത് കണ്ടതും രാജൻ പറഞ്ഞു, വേണ്ട റഷീദെ, നീ ഈ പണം കൊണ്ട് മോനും ഭാര്യയ്ക്കും വേണ്ടത് വാങ്ങിക്കൊടുക്ക്. വേണ്ട റഷീദെ, നീ ഈ പണം കൊണ്ട് മോനും ഭാര്യയ്ക്കും വേണ്ടത് വാങ്ങിക്കൊടുക്ക്. അവനെന്തിയേ ഷക്കീർ? സുഖമല്ലേ കുറുമ്പന്? എന്നാലും പടച്ചോൻ സഹായിച്ച് ഹോൻ ഹാപ്പിയായിരിക്കണ്. ചോദിക്കാറുണ്ട്. അതെയോ? എനിക്കുള്ള കൂലി ദൈവത്തിൻ്റെ കണക്ക് ബുക്കിൽ എഴുതിക്കോളും റഷീദെ. റഷീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രാജൻ മേസ്തിരിയെ ആലിംഗനം ചെയ്തു. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാജൻ മേസ്തിരി